ഡിയേഴ്സ്, നമ്മൾ ലാസ്റ്റ് ലാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സാമിന് തൊട്ട് മുന്നേയുള്ള ഒരു ഫൈനൽ മന്ത് പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ നാളെ ഫെബ്രുവരി 1 നാളെ തൊട്ട് അങ്ങോട്ട് സീരിയസ് ആയിരുന്നു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഫുൾ A+ വാങ്ങിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അങ്ങനെ പറ്റുമോ? അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഈ ഷെഡ്യൂൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞാൻ എപ്പോഴും പറയാ, ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ നിങ്ങൾക്കായിരിക്കും അറിയുന്നുണ്ടാവുക. നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് വീക്കായിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ്, അറിയാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് മികച്ച മാർക്ക് വാങ്ങിക്കുവാൻ ഹെൽപ്ഫുൾ ആവുക. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഷെഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കത് ശരിയാവണമെന്നില്ല. ഓരോരുത്തരും വ്യത്യസ്തരല്ലേ. അപ്പം ഞാൻ ജനറലി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയതാണ്. ഒരു റഫായിട്ട് ഇപ്പം വലിയൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ ചെറിയ മാത്സിലൊരു വലിയ ചാപ്റ്റർ എടുക്കുമ്പോൾ ഫിസിക്സിലൊരു ചെറിയ ചാപ്റ്റർ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട്, ഉദാഹരണത്തിന് ഇപ്പം 3D ജോമെട്രി മാത്സിൽ ചെറിയ ചാപ്റ്റർ എടുത്തപ്പോൾ ഫിസിക്സിൽ വലിയൊരു ചാപ്റ്റർ എടുത്തു, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ ഫിസിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റേഴ്സ്. കാരണം കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ അന്ന് ചെറിയ ചാപ്റ്റേഴ്സ് എടുത്തത്. റയോട്ടിക്സ് എടുക്കുമ്പോഴും അങ്ങനെയാണ്, മാത്സിൽ ചെറിയ ചാപ്റ്റർ, ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ ചെറിയ ചാപ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു. എന്നാലോ എല്ലാം കൂടി വലുത് വരുന്ന സമയത്ത് നമ്മൾ ചില ചാപ്റ്റേഴ്സിനൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, 2 ദിവസമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൽഡിഹൈഡ്, കീറ്റോൺ, അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിക്ക് ഒക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, 2 ദിവസമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ദിവസം ഫിസിക്സ് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ ജനറലി ഒരു മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ പറയാം എത്രത്തോളം സാധ്യത നിലനിൽക്കുന്നുണ്ട് A+ വാങ്ങിക്കുവാനുള്ള എന്ന് നോക്കുമ്പോൾ, ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിലേ നോക്കൂ, നിങ്ങൾ ഇനിയിപ്പോൾ ഓരോ സബ്ജക്റ്റിലും 3-4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. കാരണം ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം റീഡ് ചെയ്ത് അതൊന്ന് റെഡിയാക്കി എടുത്തു, വീണ്ടും ഒന്നുകൂടി വായിച്ച് റിവൈസ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരു 4-5 മണിക്കൂറൊക്കെ ആവും. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും ഒരു ദിവസം തന്നെ ഇപ്പം ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റർ തീർക്കുക എന്ന് പറയുമ്പോഴേ അതിനകത്ത് ഇപ്പം ഒരു മിനിമം ഒരു 12-14 മണിക്കൂറൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഇവിടെ ഫെബ്രുവരി 15 ആകുമ്പോഴേക്ക് ഏകദേശം തീരുന്ന രീതിയിലാണ്. പിന്നെ 17-നാണല്ലോ മോഡൽ എക്സാം. അപ്പോൾ 16-ാം തീയതി അതിൻ്റെ പഠിക്കാണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 16 എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ഈ ഒരു ഷെഡ്യൂൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, വളരെയധികം ടൈറ്റായിട്ടാണ് ഈ ഒരു ഷെഡ്യൂൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഇതൊരു സ്മാർട്ടായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുക. അല്ലാണ്ട് ഓരോ ചാപ്റ്ററും പെർഫെക്റ്റ് ആക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിനകത്ത് ആ ഒരു സമയം നമുക്ക് എന്താണ്, 15 ദിവസം കൊണ്ടാണ് ഇതിനകത്ത് ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സും ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് ആദ്യ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, $1 ബില്യൺ ആൻഡ് $1 മില്യൺ ഡയമണ്ട് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഓരോ ചാപ്റ്റേഴ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ആദ്യ റൗണ്ട് പെട്ടെന്ന് തീർക്കുക. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ടൈം അതിനകത്ത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. കാരണം നോക്കൂ, നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ദിവസവും 12-14 മണിക്കൂർ, അത് തന്നെ വളരെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചാലഞ്ചിങ് ടാസ്ക്കാണ്. പക്ഷേ വളരെ സ്മാർട്ടായിട്ട് മൂവ് ചെയ്ത്, നിങ്ങൾ ലക്കി ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നു, നിങ്ങൾക്കത് എഴുതാനും പറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് A+ ഒരു സാധ്യത അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് ചാലഞ്ച് ഏറ്റെടുക്കുക. അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതല്ലേ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ചാലഞ്ച് ആക്കിയിട്ട് ഏറ്റെടുക്കുക. ഐ എം റെഡി ടു ടേക്ക് ദ ചാലഞ്ച് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ട് ആ ഒരു ഹാപ്പിനെസ്സിൽ നിങ്ങൾ വന്ന് അതിനകത്ത് വീണ്ടും കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ടൈറ്റായിട്ട് നിങ്ങൾ പോകണം. അല്ലാണ്ട് ഇനിയും മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അതിനകത്ത് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും എങ്ങനെയൊക്കെയാണ് ഇനി മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുപോലെ നമ്മളെ $1 മില്യൺ സീരീസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വീഡിയോകൾ ചെയ്യും, ഓരോ ചാപ്റ്റേഴ്സിനും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ്.